KSR ബാംഗ്ലൂർ ടു യശ്വന്ത്പൂർ ടു ഹിന്ദുപ്പൂർ 25 രൂപ ആയിട്ടുള്ളൂ ടിക്കറ്റിന്. അപ്പോൾ വളരെ കുറഞ്ഞ ചിലവിൽ വരാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ചെന്നൈയിൽ നിന്ന് ലേപക്ഷി അമ്പലത്തേക്ക് വരാൻ പറ്റിയൊരു ട്രെയിനാണിത്. KSR ബാംഗ്ലൂരിൽ വരിക, അവിടുന്ന് യശ്വന്ത്പൂരിൽ നിന്ന് ഈ ട്രെയിൻ ഇവിടുന്ന് യശ്വന്ത്പൂർ ടു ഹിന്ദുപ്പൂർ എന്ന് പറഞ്ഞ സ്റ്റേഷൻ വരെ മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ നമ്മൾ ബസ്സിന് പോകണം. പക്ഷേ ഇതാ ഒരു 1.5-2 മണിക്കൂർ കൊണ്ട് എത്തും. ഇത് ഒട്ടും തിരക്കുമില്ല. അതിന് ഈ ട്രെയിൻ വിട്ടാൽ പിന്നെ നമ്മുടെ സൗകര്യത്തിന് ട്രെയിൻ കിട്ടില്ല. നമ്മൾ ഓട്ടോയിൽ വന്നിട്ട് ആ ഓട്ടോ ചേട്ടൻ ബസ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഓട്ടോ നിർത്തിയിട്ടുണ്ട്. നേരിട്ടിട്ട് ബസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി. നമ്മുടെ നാട്ടിലത്തെ പ്രൈവറ്റ് ബസ് മാതിരി ഉണ്ട് കണ്ട്. പിന്നെ എൻ്റെ ഭാഷ കേട്ടിട്ട് എല്ലാവരും അന്തം വിട്ട് നോക്കുന്നുണ്ട്. അവരുടെ ഭാഷ എനിക്ക് മനസ്സിലാവില്ല. ബസ് സ്റ്റാൻഡ് ശരിക്കൊന്നും കാണാൻ പറ്റിയില്ല. ഇതുണ്ടോ? ഈ തൂളന കണ്ടില്ലേ? ഇതിൻ്റെ നല്ലോണം ഉള്ളിലേക്ക് ഇത് കൊണ്ടുപോകാൻ പാടില്ല. എന്താ ഇതിൻ്റെ ഉള്ളിലത്തെ കൊത്തുപണികളുണ്ടോ? ഇതുകൊണ്ട് അമ്പലത്തിൻ്റെ ഗോപുരം മാതിരി തന്നെ ഒത്തിരിച്ചിരിക്കണത്. എന്താ നോക്കി. അമ്പലത്തിൻ്റെ ഉള്ളിൽ പണ്ടത്തെ അതേ മരത്തിനെ വെച്ചിരിക്കുന്നത്. വലിയ പാറക്കല്ല്, അതിൻ്റെ ഉള്ളിൽ കൂടെ വവ്വാലൊക്കെ പോകണതാണ് കേട്ടോ. ഓക്കെ, പെർഫെക്ഷൻ നോക്കി. ഇതിൻ്റെ ഉള്ളിൽ ശിവൻ്റെ ഉഗ്രരൂപമായ വീരഭദ്രനെയാണ് കേട്ടോ ആരാധിക്കുന്നത്. ഇനി നമുക്കിങ്ങനെ പുറത്തിറങ്ങാം. ഇതുണ്ടോ, കണ്ടോ? ഇതാണ് ലേപക്ഷി ടെമ്പിളിലത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഹാങ്ങിങ് പില്ലർ. അപ്പോൾ ഇത്രയും പില്ലറുകളോടെ ഉണ്ട്. പക്ഷേ ഈ പില്ലർ മാത്രം ഹാങ്ങിങ് പില്ലറാണ്. കാരണം ഇതിൻ്റെ അടിയിലൂടെ നമ്മൾ ഒരു തുണി വിരിച്ച് കഴിഞ്ഞത് കണ്ടത് അയ്യനെ കൊണ്ട് വിരിച്ച് കഴിഞ്ഞാൽ ഈ തൂണ് നിലം തൊടാണ്ടാണ് നിൽക്കുന്നത്. ഭയങ്കര ഫേമസ് ആണിത്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി അവരുടെ ഓരോ കലാവിരുത്. ഇപ്പം ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ ആരോടാണ് അത് കൊടുന്ന് കൊണ്ടിട്ടരാൻ പറയും. ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ പക്ഷേ ആരും കാണാനില്ല. ഇന്ന് അധികം ആൾക്കാരില്ല അവിടെ. അപ്പോൾ ഇതാണ് ആ സംഭവം. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. നല്ല വെയിലുണ്ട്. നാരായണ ശിവൻ്റെ അടുത്ത് വന്നാൽ നാരായണ എന്ന് വിളിക്കാം. നാരായണൻ്റെ അടുത്ത് പോയാൽ ശംഭോ മഹാദേവ എന്ന് പറയുന്ന ടൈപ്പിൻ്റെ സ്വഭാവം ഇതുണ്ടോ. നോക്കി, ഇവിടെ ഉള്ളിലൊന്നും പ്രതിഷ്ഠയില്ല. എൻ്റെ പൊന്നോ, നമ്മൾ നടക്കുമ്പോഴത് ഈ നിലത്തൊക്കെ ഉണ്ടല്ലോ, നടക്കുമ്പോൾ സ്ലിപ്പായിപ്പോൾ ഇതുണ്ടോ. ഇങ്ങനെയുണ്ട് ഇതിൻ്റെ വലിപ്പം നോക്കി.
ഇപ്പം ഇങ്ങനത്തെ ക്യാമറ ഉൾപ്രദേശത്ത് ആരോഗ്യം കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അതെ എന്നോട് എടുത്ത് വയ്ക്കാൻ പറയേണ്ടത്. ഇതല്ല ഇനി ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ കാണിച്ചാൽ കേട്ടോ. ഇതുണ്ടോ, ഉണ്ടോ അത്? ഇതൊക്കെ ഒരൊറ്റ പാറക്കല്ലെങ്കിൽ കൊത്തിണ്ടാക്കിയതാണെന്നാണ് പറയണത്. എൻ്റെ അമ്പലത്തിൻ്റെ വ്യൂ എന്താണ് അതിൻ്റെ വലുപ്പം. ഇതാ പിന്നെ ഇവിടെയൊക്കെ അങ്ങനെ ഫുള്ള് കരിങ്കല്ലും കൊത്തുപണികൾ മൊത്തം കൊത്തുപണികളാണ്. ഇന്ന് വെയിൽ വല്ലാണ്ടില്ല, അതുകൊണ്ട് ഒരു സുഖക്കുണ്ട്. ഇതൊക്കെ ഈ പാറ അതിൻ്റെ ഒരു സൈഡിലാണ് അത്രയും വലിയ ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇതും നിങ്ങളൊക്കെ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ശിവൻ്റെയും പാർവതിയും കല്യാണത്തിന് വേണ്ടി ഉണ്ടാക്കിയ എന്താ പറയുക, പണി തീരാത്തൊരു കല്യാണ മണ്ഡപം എന്ന് പറഞ്ഞിട്ട് കാണാറില്ലേ റീലിലൊക്കെ? അതാണത്. അതിപ്പോൾ അതിൻ്റെ പണി തീർന്നിട്ടില്ല എന്നാണ് പറയണത്. പിന്നെ ഓരോരോ സ്ഥലത്ത് പോകുമ്പോൾ പുരാണങ്ങളുടെ പല പല കഥകളും മാറും. ചില സ്ഥലത്ത് ശിവൻ കല്യാണം കഴിച്ചിട്ടില്ല, ചില സ്ഥലത്ത് പാർവതി ദേവിക്ക് വേണ്ടി ഭയങ്കരമായിട്ട് എന്താ പറയുക യുദ്ധം ചെയ്തു. അങ്ങനെ പല പല കഥകളൊക്കെ കേൾക്കും. ഇതാ ഇതിൻ്റെ ഇടയിൽ എൻ്റെ സോഫീനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഇതുണ്ടോ. ഇതാണ് പണി തീരാത്ത ശിവൻ്റെയും പാർവതിയും കല്യാണ മണ്ഡപം. ഇതൊക്കെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശേഷിപ്പുകളെന്നോ അവരുടെ സംഭാവനയാണോ ഇങ്ങനെയാണെങ്കിലും പറയാം. കണ്ടോ പണ്ടത്തെ വിജയനഗരം. എനിക്ക് ഈ വിജയനഗര സാമ്രാജ്യം ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് ഇങ്ങനത്തെ ഈ കൊത്തുപണികളും കല്ലുകളും വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പല കഥകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് ശരിക്കും വളരെ ചരിത്രപ്രധാനമുള്ള വീരഭദ്രൻ്റെ ഒരു അമ്പലമാണ് കേട്ടോ. നല്ല തിരക്കുണ്ടാവലുണ്ട്. ഇന്ന് ഞാൻ വീക്ക് ഡേ നോക്കി വന്നുകൊണ്ട് അത്ര തിരക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാത്തിലും കൊത്തുപണികളൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വരണം. സത്യം പറഞ്ഞാൽ വരാനുള്ള ചിലവ് കുറവാണ്, പക്ഷേ നമ്മൾ കുറേ സംഭവങ്ങൾ മാറിക്കറി വരണം. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ ഈ കല്യാണ മണ്ഡപം അൺഫിനിഷ്ഡ് മാരേജ് ഹാൾ അങ്ങനെ എന്താണ് ഗൂഗിളിൽ കണ്ടത്. അവിടെ നിന്ന് താഴത്തോട്ട് ഇറങ്ങിയിരിക്കുക. വേണോ ഇവിടെ ഭഗവാന്റെ ഒരു ലിംഗമുണ്ട്. ഇതൊക്കെ അവർ വളരെ ശുദ്ധിയോടുകൂടി പൂജിക്കുന്നതാണ് കേട്ടോ. ഞാൻ പിന്നെ എല്ലാവർക്കും കാണാൻ വേണ്ടി ഒന്ന് എടുത്തു. ഉള്ളിലൊന്നും കയറിയില്ല, അവരതിന് സമ്മതിക്കില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അതാ നമ്മളെ മോളൊന്ന് കണ്ടതിൻ്റെ എൻട്രൻസ് ആണിത്. ഇവിടെ ഈ ഹനുമാന്റെ പ്രതിഷ്ഠ കണ്ടില്ലേ? ഇതിൻ്റെ വലതുവശത്തായിട്ട് കാണുന്ന ഈ പാദം കണ്ടോ? ഇത് സീതാദേവിയുടെ പാദം എന്നാണ് വിശ്വസിക്കുന്നത്. ഇതിൻ്റെ ഒരു വലിപ്പം നോക്കി നമ്മുടെ ഒരു സാധാരണക്കാരും എന്തൊരു വലിപ്പല്ലേ ആ കാലിന്. അതൊക്കെ സത്യം പറഞ്ഞ ഒരു അത്ഭുതങ്ങൾ. സീതാദേവിയുടെയും എൻ്റെയും വിരല് കണ്ടു. ഓരോ വിരല് തമ്മിലുള്ള അകലം പെട്ടെന്ന് നോക്കുമ്പോൾ ഇവിടെ ഇരിക്കണ ഒരു കരിങ്കല്ല് എന്ന് മാത്രം കേട്ടോ അതിനകത്ത് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഇത് ശിവലിംഗത്തിൻ്റെ ആണ് കേട്ടോ. അത് ഞാൻ ഇപ്പോൾ കണ്ടത്. നോക്കിയേ കണ്ടോ? നോക്കി കണ്ടോ? എത്ര കഷ്ടപ്പെട്ട് ഒരു ടെക്നിക്സും ഇല്ലാതിരുന്ന കാലത്ത് ആൾക്കാർ ചെയ്ത ഒരു നിർമ്മിതി. അപ്പോൾ നമ്മൾ വേണം ഇനി അത് കാത്തു സൂക്ഷിക്കാൻ. ഇങ്ങനെ ആ കല്ലിൻ്റെ മുകളിലുണ്ടൊരു മീൻ. ഇതിനെപ്പറ്റി ഇങ്ങനെ പ്രത്യേകം എടുത്ത് പറയാനൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വാക്കുകൾക്കും അപ്പുറത്താണല്ലോ പല കാര്യങ്ങളും. ഓക്കെ, ഒരു സർപ്പം, ഒരു വാനരൻ, ഇതിൻ്റെയൊക്കെ എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. അതുണ്ടോ
ഇതൊക്കെ ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയാലാണ് ക്ലിയർ ആയിട്ട് കാണുക. ഇങ്ങോട്ട് പോകണോടത്തോളം അതിനത്ര ഇതൊക്കെ ആ കൊത്തുപണികളുടെ ഒരു ഗാംഭീര്യം. ഒരു അമ്പലമുണ്ട്, പക്ഷെ അതിൻ്റെ ഉള്ള പ്രതിഷ്ഠ ഉണ്ട് കേട്ടോ, ഹനുമാൻ. പിന്നെയും ഇതങ്ങനെ മണ്ഡപം. ഇതാണ് നമ്മളിപ്പോൾ ചുറ്റും വന്ന സ്ഥലമാണത്. നമ്മളിപ്പോൾ ഈ അമ്പലം പുറത്തു കൂടെ ഒരു വട്ടം പ്രദക്ഷിണം വെച്ചപ്പോൾ കണ്ടതാണ്. ഇനി പ്രദക്ഷിണം വയ്ക്കാന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര നിരപ്പായ സ്ഥലമൊന്നുമല്ല. ഇവിടുത്തെ കരിങ്കല്ല് കണ്ടില്ലേ, ഭയങ്കര സ്ലിപ്പറിയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് പുറത്തു കൂടെ പോയേക്കാം. അവിടെ നല്ല ഭംഗിയുള്ളൊരു മരം കണ്ടു ഞാൻ, അതൊന്ന് പോയി നോക്കാം. എൻ്റെ കോല നോക്കണ്ട, യാത്ര ചെയ്ത് ഞാനൊരു കോലായി. ബാക്കി കാഴ്ച കാണിച്ചതാ കേട്ടോ. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയപ്പോഴേ അവിടെ ആ മരം കണ്ടു. അപ്പോൾ നമുക്ക് ആ മരത്തിൻ്റെ അവിടെ പോയി നോക്കാം. എനിക്ക് പാറക്കെട്ട് കാണുമ്പോൾ ടെൻഷനാണ്. നല്ല ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം, വളരെ ഉള്ളിലോട്ടുള്ളൊരു സ്ഥലം. ബസ്സിൽ ഞാൻ 30 രൂപ കൊടുത്തിട്ടാണ് വന്നത്. ആ കഥകളൊക്കെ ഞാൻ പറയാട്ടോ വഴിയേ. ആലല്ല, അത് മറ്റേ എന്ത് പൂവെന്ന് പറയാം, കുങ്കുമപ്പൂ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിൻ്റെ സംഭവം അതിലുണ്ട്. അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പുറത്തൊക്കെ എത്തി. അതന്നെ കണ്ടോ. അപ്പോൾ ഇതാണ് വീരഭദ്ര സ്വാമി, അതിൻ്റെ ചുറ്റുവട്ടം. ഇനി ഇവിടെ വേറെയും കുറച്ച് വിശേഷങ്ങളുണ്ട്, അപ്പോൾ അത് നമുക്ക് കാണാം. അമ്പലത്തിൻ്റെ പുറത്ത് ഒരു പാർക്ക് മാതിരിയുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാർക്ക് അവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാം. പിന്നെ കുടിക്കാനുള്ള വെള്ളമുണ്ട്. പിന്നെ അവിടെ ചോട്ടിൽ ടോയ്ലറ്റുണ്ട്, നല്ല ക്ലീനാണ്. അപ്പോൾ അത് കാരണം ഒന്നും പേടിക്കാനില്ല, ഇവിടെ വന്നാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അമ്മേ, അപ്പോൾ ഇതൊക്കെയാണ് വീരഭദ്ര ടെമ്പിളിൻ്റെ ഉള്ളിലത്തെ പുറത്തെയും വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിനി അടുത്ത കാര്യം കാണിച്ചു തരാം. ഓക്കെ, നല്ല കാലാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഒന്നും കുഴപ്പമില്ല. ഞാനിപ്പോൾ അവിടെ പോയിട്ടൊന്ന് ഫ്രഷായി. അപ്പോൾ മൊത്തത്തിലൊരു വൈബായി. ഇവിടെ വേറൊന്നും കൂടി കേട്ടോ. ഈ അമ്പലത്തിൻ്റെ വകയായിട്ട് സാറ്റർഡേ സൺഡേയും അന്നദാനമുണ്ട്. അപ്പോൾ നമ്മൾ വീക്ക് ഡേ ആയതുകൊണ്ട് അത് നമ്മൾ മിസ് ചെയ്തു. പിന്നെ ഇതിൻ്റെ 2 സൈഡും കണ്ടോ, മൊത്തം കടകളാണ്. അല്ലാത്തൊരു ദിവസം വന്നാൽ അവിടുത്തെ ആൾക്കാരെന്ത് ചെയ്യുമെന്നറിയില്ല. എനിക്കതിന് വിശന്നിട്ടും വയ്യ. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഞാൻ കുടിക്കാനൊന്നും. അതായത് അല്ലാത്ത ദിവസം ആൾക്കാരധികം ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കാം. കുറേ ജ്യൂസ് കടകളൊക്കെ ഉണ്ട്, പക്ഷെ തുറന്നിട്ടില്ല. അതാ ഈ അന്നപ്രസാദം സാറ്റർഡേ സൺഡേ ഓൺലി. ഇതൊരു കുഞ്ഞ് ഗ്രാമം, സ്ഥലമുള്ളത് കൊണ്ട് മാത്രം പുറം ലോകം ഇറങ്ങിയൊരു സ്ഥലം. പിന്നെ ഇഷ്ടംമാതിരി കടകളുണ്ട്, പക്ഷെ ഒന്നും തുറന്നിട്ടില്ല. ആൾക്കാരില്ലാത്തതുകൊണ്ടായിരിക്കണം. എനിക്കാണെന്ന് വെച്ചാൽ ഭയങ്കര വിശപ്പ്, ഞാനൊന്നും കഴിച്ചിട്ടില്ല. എന്തോ ചെയ്യാനാ. എന്തായാലും നമ്മളിപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയല്ലോ, അവിടെ നിന്നൊരു കഷ്ടി 1/2 കിലോമീറ്റർ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഒരു നന്ദീശിലേക്കുണ്ട്. അപ്പോൾ നമുക്ക് അത് കാണാം. ഇനി ഒരു ഐസ്ക്രീമേലും കഴിച്ചിട്ട് മതിയായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് പിന്നെയും നടന്ന് ഇതാ എത്തി. അവിടെ ഒരു സംഭവം കാണാണ്ടോ, അവിടെയാണ് ലേപ്പക്ഷി അമ്പലം. അവിടുന്ന് ഒരു കഷ്ടി 1/2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ഇതാ ഇത് വേറെ അത്ഭുതം, ഒറ്റക്കല്ലിലുള്ള നന്ദി ഭഗവാൻ. ഇതവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മോണോലിത്തിക് ബുൾ ലേപ്പക്ഷി, ശ്രീ സത്യസായി ഡിസ്ട്രിക്ട്, ആന്ധ്രാപ്രദേശ്. കണ്ടോ, ഇതിൻ്റെ മൊത്തം സൈഡ് ഒരു പാർക്ക് മാതിരിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇരിക്കാൻ സീറ്റിന് പകരം മൊത്തം കല്ലുകളാണ് കേട്ടോ. അതൊക്കെ ഇതാണ് ആ വലിയ നന്ദി കേട്ടോ. കഴുത്തിലുള്ള ആ മണികൾ, പിന്നെ കാലിൽ ഒരു തള മാതിരി. അതിൻ്റെ പെർഫെക്ഷൻ നോക്കി ആ മണികളുടെ. പിന്നെ ഇതതിൻ്റെ പുറത്തിടുന്ന അലങ്കാര വസ്തുക്കളുണ്ടാവുമല്ലോ, അത് ഇതാ അതിൻ്റെ വാല് ഇതിങ്ങനെ പോയിട്ട് കണ്ടോ അപ്പുറത്ത് കൂടെ വന്നിരിക്കണം. സാധാരണ ഈ പശുപ്പടത്ത് കിടക്കുമ്പോൾ ഉണ്ടാവുമല്ലോ അതുമാതിരി. കണ്ടോ,
വീഡിയോയിൽ എത്ര കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഇപ്പം നല്ല വെയിലായി ഇവിടെ. ഇതൊക്കെ നേരിട്ട് വന്നുമ്പോൾ കാണുമ്പോണ്ടല്ലോ ഭയങ്കര ഒരു ഫീലാണ്. നമുക്കിതൊക്കെ കാണാൻ ഭാഗ്യം ഉണ്ടാവുക എന്നുള്ളത് തന്നെ പിന്നെ സംബന്ധിച്ചിട്ട് എനിക്കതൊക്കെ ഒരു വലിയ വിഷയമാണ് കേട്ടോ. ഇനി ഈ നന്ദി ഭഗവാനെ കണ്ടില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അതാണ് ജടായു. അതൊരു പാർക്കാണ്. നമുക്ക് അതിൻ്റെ മുകളിൽ വരെ കയറാമെന്നാണ് പറയണത്. നമുക്ക് പോവാം. കണ്ടോ, ലേ പക്ഷി, അതായത് പറന്നുയരൂ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം എന്നാണ് ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ പറയണത്. ശ്രീരാമൻ ജടായുവിനോട് പറഞ്ഞു ലേ പക്ഷി, പക്ഷിയാണോ നിൽക്കണത് എന്നാണ്. ഇത് പിന്നെ ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇതൊക്കെ നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിലാണ്. നേരത്തെ മാതിരിയല്ല കേട്ടോ, ഇപ്പം നല്ല വെയിലാണ്. ഇപ്പോൾ ഞാൻ മല്ലിനോട് ചുറ്റിപ്പറ്റി ഒരു പാർക്കുണ്ട്. പാർക്കിൽ ഇരിക്കാനൊക്കെ കരിങ്കല്ല് തന്നെയാണ്, അല്ലാണ്ട് സീറ്റിംഗ് ഒന്നുമില്ല. ഇപ്പം നല്ല വെയിലടിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കണ്ടില്ലേ കരിങ്കല്ലുകൾ കിടക്കുന്നത്. പിന്നെ അവിടെയും മറ്റേ ഡ്രിങ്കിങ് വാട്ടറും ടോയ്ലറ്റ് ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് സംഭവം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭയങ്കര ചെറിയൊരു ഗ്രാമമാണെങ്കിൽ പോലും ഇത് ഇത്രയും ഫേമസ് ആയ ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫെസിലിറ്റീസും ഉണ്ടായല്ലേ പറ്റും. അപ്പോൾ അതേപോലെ ലേക്കൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ആമ്പലൊക്കെ നിൽക്കുന്നുണ്ട്, കാണിച്ചിടാം. ഇതെന്താ പക്ഷെ അതിന് മൊത്തം വൃത്തികേടൊക്കെ ഇട്ടിരിക്കുകയാണ്. ഇത് കൂടെ പോവാം. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ നാടാൻ തോന്നും. ഇതെന്താ നല്ല രസമല്ലേ, കാണാനുണ്ടോ? നല്ല ആമ്പലാണ്, താമരൊന്നുമല്ല. പക്ഷെ അത് ഈ ഭാഗത്തൊന്നും വെൽ മെയിൻ്റെനൻസ് നടക്കുന്നില്ല തോന്നുന്നു. ഒക്കെ വൃത്തികേടാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ നന്ദി ഭഗവാനും ജടായും നല്ല രസമില്ലേ കാണാൻ. ഈ പാർക്കിൻ്റെ അടയ്ക്കൊന്ന് പോയേക്കാം. ഇതിൻ്റെ ഉള്ളിൽ വലിയൊരു പാർക്കല്ല കിടക്കുന്നത്. അവിടെ നല്ല വെയിലും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അപ്പുറത്ത് കൂടെ പോയത്. ഇത് നമ്മുടെ വീട്ടിൻ്റെ അവിടെ കാണണം, നമ്മുടെ വീട്ടിലുള്ളതല്ല. ഇതൊന്നും ഞാൻ മനസ്സില്ല. അവിടെ വെച്ചിട്ടുണ്ട് ASI ലേ പക്ഷി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ല. ഇവിടുന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇല്ല, പൂ മാത്രം ഭംഗിയുണ്ട്, പക്ഷെ കുളം മഹാവൃത്തികേടായിട്ട് കിടക്കാം. നമ്മൾ പല ആൾക്കാർക്കും അതുണ്ടോ അപ്പൂപ്പനെ, അദ്ദേഹത്തിന് അത്രയും, അതായത് അതൊരു വിശ്വാസമാണ്. നമുക്കത് വരിക, ഫോട്ടോ എടുക്കുക, നമുക്ക് പണ്ടത്തെ ഒരു ഹിസ്റ്റോറിക്കൽ സംഭവം എന്നുള്ളതാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ അത്ര വിശ്വാസമായിരുന്നാലും എനിക്ക് എൻ്റെ നാട്ടിലത്തെ ഒരു കുറച്ച് വിശ്വാസങ്ങളാണല്ലോ. അപ്പോൾ അവർക്ക് ആ അപ്പൂപ്പന് ഇതൊരു വിശ്വാസം ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഫീലായിപ്പോയി. ഇതാണ് ജടായു പാർക്കിൻ്റെ എൻട്രൻസ്. ഇവിടെ കാശ് കൊടുക്കണം, 10 രൂപ. എൻട്രി ടിക്കറ്റ് 10 രൂപ. നമ്മളുടെ എൻട്രി ടിക്കറ്റ് കിട്ടി. നമുക്കതിൻ്റെ ഉള്ളിൽ പോകാം. ഇതാണ് നമ്മുടെ ജടായു പാർക്ക്. ഇതിൻ്റെ തീം ഞാൻ നേരത്തെ കഥ പറഞ്ഞില്ലേ, എഴുന്നേൽക്കൂ പക്ഷി, പിന്നെ പറന്നുയരൂ എന്നൊക്കെ വരുന്ന ആ ഒരു തീമിലാണ് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ, ഈ വലിയ കല്ലിൻ്റെ മുകളിൽ അത് കൊത്തെടുക്കണമെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കില്ല, അതിൻ്റെ മുകളിൽ കയറ്റണമെങ്കിൽ. പിന്നെ ഇതൊരു പാർക്കാണ്. ഇവിടെ ഇപ്പോഴൊന്നും ആരുമില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു ഒന്നുമില്ലെങ്കിൽ വൈകുന്നേരം ആവണം, അല്ലാന്നുണ്ടെങ്കിൽ സാറ്റർഡേ സൺഡേക്ക് ഇവിടെ ആൾക്കാരുണ്ടാവും. വെറുതെ അല്ല, ഗൂഗിളിൽ നോക്കുമ്പോൾ ഒക്ടോബർ തൊട്ടിട്ട് ഫെബ്രുവരി വരെയാണ് കാണാൻ പറ്റിയ സമയം എന്നൊക്കെ പറയണത്. ഇപ്പോൾ വലിയ ചൂടില്ല, പക്ഷെ എന്നാലും അതിൻ്റെ മൊട്ടമാടിക്കൊക്കെ കയറുമ്പോഴേക്കും എന്താകുമോ എന്തോ. അപ്പോൾ അതുകൊണ്ടാണ് അവർ വരരുത് വരരുത് എന്ന് പറയണത്. അപ്പോൾ ഞാൻ ആലോചിക്കാം, ഞാൻ ഈ ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ ഹംപിയിൽ പോയത്. അതൊക്കെ ഓരോരോ ടൈപ്പ് ഭ്രാന്ത്. ഇതിങ്ങനെ വളഞ്ഞ് വളഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റൂ കേട്ടോ, ഇത് കാണില്ല. എന്തായാലും
വന്ന സ്ഥിതിക്ക് പതുക്കെ പിടിച്ച് പോയി നോക്കാം. നമുക്ക് ഒറ്റയ്ക്കായൊരു ടെൻഷൻ ഉണ്ട്. എന്തായാലും കാണിച്ചു തരാം. ആനുള്ള സംഭവങ്ങൾ തുടങ്ങുന്ന സ്റ്റെപ്പാണിത്. വല്ലാത്തൊരു കയറ്റാവും. എന്നാലും പോയേക്കാം. ഞാനിങ്ങനെ കയറി അവിടെ എത്തുമ്പോൾ ബാക്കി എടുക്കാട്ടോ. അങ്ങനെ നടന്നതിന് മുകളിലെത്തി. ഇനി ബാക്കി ഈ ഇരുമ്പിൻ്റെ അത് കയറണം. ഓ, ആ ജഡായുവിൻ്റെ അടുത്തേക്ക് കയറാതെ ഇവിടെ അടച്ചിട്ടിരിക്കുക കേട്ടോ. നമ്മളെ അമ്പലത്തിൻ്റെ അടയ്ക്ക് പോകാൻ പറ്റും. ഇതുണ്ടോ, ആ ജഡായുവിൻ്റെ അടയ്ക്ക് കയറുന്നതാണ്. പക്ഷെ അതിൻ്റെ സ്പെഷ്യൽ പെർമിഷനൊക്കെ വേണം. ഞാൻ കയറുമ്പോഴൊക്കെ നല്ല വെയിൽ പോയി. ഇതാ ഇവിടുന്നൊക്കെ ഈ കുഞ്ഞി ഗ്രാമം കാണാട്ടോ. ഇതൊക്കെ എന്താ പറ കണ്ടോ. നമ്മളിപ്പോൾ ഇവിടെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് രസമല്ലേ പച്ചപ്പൊച്ചത്. ഇതും കൂടെ കയറി നമ്മൾ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തും. കയറാം, പിടിച്ച് കയറാം. പക്ഷേ കാറ്റടിക്കുമ്പോൾ പേടിയുണ്ട്. എനിക്കിഷ്ടമല്ല. എന്ത് രസമാണ്. എൻ്റെ അവിടെ ഒരു കുഞ്ഞമ്പലം കണ്ടോ. ഈ കരിങ്കൽ മലയുടെ മുകളിൽ ഒരു അമ്പലം അവിടെ പ്രതിഷ്ഠിക്കില്ല. പാറകൾ ഇപ്പം ആ വീട് നോക്കിയിട്ട് 2 പാറകൾ. ചാളൊക്കെ പോണു. ഇങ്ങനെയായിട്ട് കയറി വന്നാൽ പേടിക്കാനൊന്നുമില്ല കേട്ടോ. നമുക്ക് ചോദിക്കുന്ന കാണുമ്പോൾ തോന്നും ഇവിടുത്തെ സേഫ് അല്ല, കംഫർട്ടബിൾ ആവില്ല. പക്ഷെ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ആദ്യ കാരണേ നമുക്ക് എനിക്ക് ഇവിടെ നിന്ന് ടെൻഷനാവും. അമ്മീ ഇടയ്ക്കിടയ്ക്ക് അമ്മ അയ്യോ എന്നൊക്കെ എനിക്ക് കുഴപ്പമുണ്ടായിട്ടൊന്നും കാറ്റടിച്ചു. അതാണ് നമ്മുടെ അമ്പലം കാണാൻ. നമ്മളിപ്പോൾ വന്ന ശിവന്റെ അമ്പലം. ആ മറ്റേ കരിങ്കല്ലുണ്ടാക്കിയ മറ്റേ നാഗപ്പണം നിൽക്കുന്നുണ്ടോ. ഒരു സ്ഥലമാണ്. നമ്മൾ അവിടെ നിന്നാണ് ഇപ്പോൾ നടന്നുകൊണ്ട് വന്നത്. പിന്നെ നമ്മൾ നേരത്തെ നന്ദിനൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ മുന്നേ. നന്ദി അവിടെ പോയി. ആ അതാ നന്ദിനെ കണ്ടോ. ഞാൻ ഈ ചോട്ടിൽ നിന്ന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് കയറി വരാൻ പറ്റുമോ എന്നൊക്കെ. പിന്നെ ഞാനത് കയറണ്ടെന്ന് വിചാരിച്ചൊക്കെ ചെയ്തു ഇടയിൽ. പക്ഷേ ഇനി കുറച്ച് പ്രായമായവരൊക്കെ നല്ല സൂപ്പറായിട്ട് കയറി ഒരു ഈ പഠിച്ചതാണ്. പക്ഷെ കൊള്ളാം, നല്ല കംഫർട്ടബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. ഷാണ് ജഡായു. അത് നമ്മളുടെ സ്റ്റാച്ചു, ലിത്തിക് സ്റ്റാച്ചു. നല്ല കാറ്റ്. അപ്പോൾ ഈ 3 ഇപ്രാവശ്യത്തെ ട്രിപ്പ്. ആന്ധ്രാപ്രദേശിലുള്ള ഹിന്ദുപൂർ ട്രെയിൻ ഇറങ്ങി അവിടുന്ന് ലേപക്ഷിക്ക് ബസ്സിൽ വന്നു. ഇനി തിരിച്ച് ഹിന്ദുപൂർ പോയിട്ട് ബസ്സിലാണ് പോണത്. എനിക്ക് ടിക്കറ്റൊന്നും കിട്ടിയില്ല. ഞാൻ പെട്ടെന്ന് വരണം എന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എനിക്ക് സംഭവം കിട്ടിയില്ല. അപ്പോൾ ഈ 3 നമ്മുടെ ഇപ്രാവശ്യത്തെ വൺ ഡേ ട്രിപ്പ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.